ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന കവി ഇഞ്ചക്കാട് ബാലചന്ദ്രന്റെ ഉത്കണ്ഠയെ അദ്ദേഹത്തിനോടൊപ്പം പങ്കുവച്ചുകൊണ്ട് സുഗതവനത്തിലൂടെ നടത്തിയ വനയാത്ര വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമായി. കവയിത്രി സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങളുടെ സമാപനത്തോടനുബന്ധിച്ചാണ് വനയാത്ര സംഘടിപ്പിച്ചത്. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന കവിതയിലൂടെ കേരള സമൂഹത്തെ ആകെ ഇരുത്തി ചിന്തിപ്പിച്ച കവിയും പരിസ്ഥിതി പ്രവർത്തകനുമായ ഇഞ്ചക്കാട് ബാലചന്ദ്രനും തെങ്ങമം ഗോപകുമാരനും മറ്റു പരിസ്ഥിതി പ്രവർത്തകർക്കുമൊപ്പം സുഗതവനത്തെ കണ്ടും തൊട്ടും അനുഭവിച്ചും അറിഞ്ഞു നടത്തിയ വനയാത്ര വിദ്യാർത്ഥികൾക്ക് വേറിട്ട അനുഭവമാണ് പകർന്നു നൽകിയത്. പ്രകൃതിയെ അറിഞ്ഞ് ജീവിക്കേണ്ടതിന്റെ പ്രാധാന്യം കവിതകളിലൂടെയും കഥകളിലൂടെയും പുതുതലമുറയുമായി പങ്കുവച്ച ഇഞ്ചക്കാട് ബാലചന്ദ്രൻ തന്റെ ഉത്കണ്ഠയ്ക്ക് പരിഹാരമെന്നോണം സുഗതകുമാരി രചിച്ച ഇനിയൊരു തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി, ഇനിയൊരു തൈ നടാം കുഞ്ഞു മക്കൾക്ക് വേണ്ടി എന്ന് തുടങ്ങുന്ന ഇനിയൊരു തൈ നടാം എന്ന കവിത ഉൾപ്പെടെ സുഗതകുമാരിയുടെ കവിതകളും ആശയങ്ങളും വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി. അവളെ കുഞ്ഞ മനുഷ്യനാവാണ്ട് ഇപ്പോലെ മനുഷ്യനാവാണ്ട്, മൃഗം പോലാവട കുഞ്ഞ മനുഷ്യനാവാണ്ട് ഇപ്പോലെ മനുഷ്യനാവാണ്ട്, മണ്ണറിവിലുറയ്ക്കട കുഞ്ഞ വിണ്ണറിവിൽ ഉദിക്കട കുഞ്ഞ മനുഷ്യനാവാണ്ട് ഇപ്പോലെ മനുഷ്യനാവാണ്ട്. സുഗത വനയാത്രയിലൂടെ സുഗതകുമാരിയുടെ സങ്കല്പങ്ങളെയും ചിന്തകളെയും ആകുലതകളെയുമെല്ലാം പുതുതലമുറയുടെ ഹൃദയത്തിലേക്ക് പകർന്നു നൽകാൻ വനയാത്രയിലൂടെ സംഘാടകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.